പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 18 അധ്യായം 29 വാക്യം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ചിലപ്പോൾ മുന്നിൽ ചില മതിലുകൾ നാം കണ്ടേക്കാം. തോൽവിയുടെ, ഭയത്തിൻ്റെ, സംശയത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ പരിമിതികളുടെ മതിൽ. പക്ഷേ ഇവിടെ സങ്കീർത്തനകാരന്റെ ആത്മവിശ്വാസം ദൈവ സാന്നിധ്യത്തിലാണ്. ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകട്ടെ. സങ്കീർത്തനകാരൻ പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുമായി മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായേക്കാം. എന്നാൽ ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും, എത്ര വലിയ മതിലുകൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മൾക്കതിനെ മറികടക്കുവാൻ കഴിയും. കാരണം വീണു പോകുമ്പോൾ അവൻ നമ്മളെ താങ്ങും, താണു പോകുമ്പോൾ നമ്മളെ ഉയർത്തും, ക്ഷീണിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. നമ്മുടെ ബലഹീനതയും കുറവിനെയും മറികടന്ന് പ്രവർത്തിക്കുന്ന ദൈവിക ബലം നമ്മളെ നിത്യമായ അനശ്വരമായ വിജയത്തിലേക്ക് നയിക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ മതിലും ദൈവസഹായത്താൽ നമുക്ക് ചാടിക്കടക്കാം. ഓരോ പടക്കൂട്ടത്തെയും ദൈവവിശ്വാസത്താൽ നമുക്ക് നേരിടാം. കർത്താവ് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ജയിക്കാതിരിക്കാൻ കാരണം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവത്തോടു കൂടെ തുടങ്ങാം. കർത്താവ് നമ്മളെ നയിക്കട്ടെ, അവൻ നമ്മളെ ശക്തീകരിക്കട്ടെ, അവൻ വഴികളെ തെളിക്കട്ടെ. മതിലുകൾ ചാടിക്കടക്കുവാനും പടക്കൂട്ടങ്ങളെ ജയിക്കുവാനും ഈ പുതിയ ദിവസത്തിലൂടെ വിജയം വരിക്കുവാനുമുള്ള എല്ലാ കൃപകളും ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയോടൊപ്പം നടന്ന് മുന്നിലുള്ള എല്ലാ മതിലുകളെയും ചാടിക്കടപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയെ നിന്റെ ബലത്താൽ മറികടന്ന് വിജയത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഓരോ നിമിഷവും നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആ സാന്നിധ്യം തന്നെ ഞങ്ങളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.